അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസം വലിയ സന്തോഷപൂർവം സ്വീകരിക്കുകയും ആ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുന്നതും അങ്ങനെ ജന്മദിനാഘോഷ പരിപാടികളായി മൗലിദുകൾ സംഘടിപ്പിക്കുന്നതും എല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും ഭാഗമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. അത് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഈമാനുള്ളവരുടെ മനസ്സിന് വലിയ ആനന്ദമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാരണത്താൽ അവർ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂടുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. മുസ്ലിം സമുദായം ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹീഹുൽ ബുഖാരിക്ക് വലിയ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ്. മഹാനവറുകളുടെ ഒരു ഗ്രന്ഥമാണ് അൽ മവാഹിബുൽ ലദുന്നിയ്യ. അതിൽ രേഖപ്പെടുത്തിയത് കാണാം, ഫറഹിമല്ലാഹു ഇംറഅൻ, ഒരു വ്യക്തിക്ക് അല്ലാഹു കാരുണ്യം ചെയ്തു കഴിഞ്ഞു. എന്താണ് അദ്ദേഹം ചെയ്തത്? ഇത്തഖദ ലയാലിയ ശഹരി മൗലിദിഹിൽ മുബാറക അയാദൻ, നബിതങ്ങൾ ജനിച്ച മാസത്തിന്റെ രാവുകൾ, രാത്രികൾ അദ്ദേഹം ആഘോഷരാത്രികളാക്കി. അങ്ങനെ വരുമ്പോൾ നബിതങ്ങളോടുള്ള സ്നേഹാദരവ് പ്രകടിപ്പിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാകും, അവർക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാവും. ലിയകൂന അശദ്ദ ഇല്ലത്തൻ അലാ മൻ ഫീ ഖൽബിഹി മറദുൻ വഅഇയ ദാ, മനസ്സിൽ ഈമാനിന്റെ കുറവുള്ള, മനസ്സിൽ മനോരോഗമുള്ള മനുഷ്യന്മാർക്ക് അത് വളരെ വിഷമമാണ്. നബിതങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന പരിപാടി അവരെ മനസ്സിന് വലിയ വിഷമമുണ്ടാക്കുന്നതാണ് എന്ന് ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു ഏകദേശം 500-ലധികം വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ ഇമാം ഖാസിമുർ റസാഇ റളിയല്ലാഹു അൻഹു ഹിജ്റ 894 വഫാത്തായവരാണ്. മഹാനവറുകൾ രേഖപ്പെടുത്തി, ഫയംബഗി ലികുല്ലി സായിഖിൻ വമുഹിബ്ബിൻ അൻ യുദ്ഹിറ അസ്സുറൂറ വൽ ബിശാറത ഫീ തിൽക്കൽ ലൈലതി വസബീഹതിഹാ. നബിതങ്ങളോട് സ്നേഹമുള്ളവർ, അവർക്ക് അത്യാവശ്യമാണ് ആ സന്തോഷം അവർ പ്രകടിപ്പിക്കണം. എപ്പോ? ഫീ തിൽക്കൽ ലൈല, നബിതങ്ങൾ ജനിച്ച രാത്രിയിൽ, വസബീഹതിഹാ, അതിന്റെ പ്രഭാതത്തിലും അവർ സന്തോഷം പ്രകടിപ്പിക്കണം. വയുമത്തിഉ ഔലാദഹു വഅഹ്ലഹു ബിമാ അംകന ബിഹി ലിഹുസൂലി ബറകതിഹാ, അതേപോലെ അവനവന്റെ ഫാമിലി, അവനവന്റെ സന്താനങ്ങൾ, അവർക്ക് കഴിവിന്റെ പരമാവധി ആ ദിവസത്തിൽ നല്ല ഭക്ഷണങ്ങളും നല്ല വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം. അങ്ങനല്ലേ ആഘോഷത്തിന്? അങ്ങനെയല്ലേ വിവാഹ ആഘോഷത്തിന് വസ്ത്രം പുതിയത്, പെരുന്നാൾ ആഘോഷത്തിന് പുതിയ വസ്ത്രം, അങ്ങനെയൊക്കെ ഇല്ല. അതേപോലെ ആ ഫാമിലിയുടെയും കുട്ടികളുടെയും മനസ്സിൽ സന്തോഷം സന്നിവേശിപ്പിക്കണം. എന്നിട്ട് ആ ഫാമിലിക്ക് പഠിപ്പിക്കണം, അന്നഹു ഇന്നമാ ഫഅല ദാലിക, ഞാൻ ഇതൊക്കെ ചെയ്തത് മഹബ്ബത്തൻ ലിതിൽക്കൽ ലൈലതി വസുറൻ ബിഹാ, ഈ രാത്രിയോടുള്ള എന്റെ സ്നേഹം പ്രകടിപ്പിക്കാനാണ്, അതുകൊണ്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കാനുമാണ്. അതേപോലെ ഈ രാത്രിയുടെ ബഹുമാനം പരിഗണിച്ചിട്ടുമാണ്. അദ്ദേഹം വിവരിച്ചു കൊടുക്കണം കുടുംബത്തിന്, അന്നഹാ അസ്റഫുൽ ലയാലി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയാണ് നബിതങ്ങൾ ജനിച്ച രാത്രി. അന്നഹാ വുലിദ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നബിതങ്ങൾ ജനിച്ച ആ രാത്രി ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഖാസിമുർ റസാഇ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം റബീഉൽ അവ്വൽ 12. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ ഓതി വന്ന വലിയ പ്രശസ്തമായ മൗലിദാണ് ബർസഞ്ചി മൗലിദ്. ആ ബർസഞ്ചി മൗലിദിൽ നമുക്ക് കാണാം വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി വഫീ സഹ്രിഹാ വഫീ യൗമിഹാ അലാ അഖ്വാലിൽ ഉലമാഇ മർവിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം, ജനിച്ച മാസം, ജനിച്ച ദിവസം, അതിലൊക്കെ വ്യത്യസ്തമായ വീക്ഷണങ്ങളുള്ള പണ്ഡിതന്മാർ ഉണ്ട്. ചില ആളുകൾ ചിലപ്പോൾ വന്നിട്ട് പറയും, ഒരു നോട്ടീസ് ഇറക്കിയിട്ട് പറയും റബീഉൽ അവ്വൽ ആണ് നബി തങ്ങൾ ജനിച്ചത്, അങ്ങനെ ഓർപ്പിക്കാൻ പറ്റില്ല, റമദാനിലാണെന്ന് അഭിപ്രായമുണ്ട്. അപ്പൊ അവനോട് പറയേണ്ടത് എന്താ, നിങ്ങൾ ആയിക്കോട്ടെ, അതുകൊണ്ട് നമുക്ക് റമദാനിലും കൂടി മൗലിദ് ഓതിക്കളിയാ, റബീഉൽ അവ്വൽ നിർത്തേണ്ടിയില്ലല്ലോ. റബീഉൽ അവ്വൽ ആണെന്നുള്ളതല്ലേ ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം. ഇനി ഏതെങ്കിലും ഒരാൾ റമദാനിലാണ്, അങ്ങനല്ലേ, ലൈലത്തുൽ ഖദ്ർ 27-നാണ് എന്ന് പ്രസിദ്ധമായ അഭിപ്രായം പലരും പറഞ്ഞു. അതുകൊണ്ട് അതിന് പ്രത്യേകം ആളുകൾ 27-ാം രാവ് പരിഗണിക്കും. 21-ാം രാവ് എന്ന് പറഞ്ഞവരുണ്ട്, 23-ാന്ന് പറഞ്ഞവരുണ്ട്, 17-ാം രാവാന്ന് പറഞ്ഞവരുണ്ട്, 29-നാണെന്ന് പറഞ്ഞവരുണ്ട്, 25-ാന്ന് പറഞ്ഞവരുണ്ട്. അവിടെ നമ്മളെന്താ ചെയ്യുക? എല്ലാ രാത്രിയും പരിഗണിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് റമദാനിലും കൂടി ഓതണമെന്നല്ലേ ഉള്ളൂ, വേറെ അതിന് ഇത് നിർത്തേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് അതിന് മറുപടി പറയേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാം, നബിതങ്ങൾ ജനിച്ച മാസം എപ്പോഴും നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കല്ലേ വേണ്ടേ? അല്ല, മശ്ഹൂറായ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു. വറാജിഹു, പ്രബലമായ അഭിപ്രായം, അന്നഹാ ഖുബൈല ഫജ്രി യൗമിൽ ഇത്നൈനി അനി അശർ റബീഉൽ അവ്വൽ മിൻ ആമിൽ ഫീൽ. അത് റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് തിങ്കളാഴ്ച സുബ്ഹിയാകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് എന്നതാണ് പ്രബലം. ചില പണ്ഡിതന്മാർ സുബ്ഹിയായ ഉടനെയാണ് അങ്ങനെയാണ് പ്രബലം എന്ന് പറഞ്ഞവർ ഉണ്ട്. അത് നമ്മൾ നിഷേധിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നമ്മുടെ പഴയ ആലിമീങ്ങൾ, ഞാൻ പുല്ലൂക്കർ ജമാഅത്ത് പള്ളിയിൽ പഠിക്കുമ്പോൾ പുല്ലൂക്കർ ഉസ്താദ് റബീഉൽ അവ്വൽ 12-ന് സുബഹിന്റെ കുറെ മുമ്പേ തന്നെ മുതഅല്ലിമീങ്ങളായ ഞങ്ങളെയൊക്കെ വിളിച്ചു ഉണർത്തി സലാത്ത് ചൊല്ലിപ്പിക്കും. അതിങ്ങനെ തുടരും. സുബഹി ആയാൽ സുബഹി നിസ്കരിക്കും, അതിന് ശേഷവും മൗലിദും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ തുടരും. അങ്ങനെയാണല്ലോ വേണ്ടത്, അല്ലാതെ ഒന്നും ഇല്ലാതെയാക്കുകയല്ലല്ലോ വേണ്ടത്. എത്രത്തോളം എന്നറിയോ? നബിതങ്ങൾ ജനിച്ച സമയം സുബഹിയോട് അടുത്ത സമയം, അല്ലെങ്കിൽ സുബഹി ആയ ഉടനെ. ഇതിനെ സംബന്ധിച്ച് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രസവം തുടങ്ങിയത് സുബഹിക്ക് മുമ്പ്, പ്രസവമൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ലിയറായി വരുന്നത് സുബഹിക്ക് ഉടനെ. അതുകൊണ്ടാണ് രണ്ടു നിലക്കും അഭിപ്രായം വരാൻ കാരണം എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും ശരി, ആ റബീഉൽ അവ്വൽ 12-ന്റെ പ്രഭാതം അത് വലിയ മഹത്വമുള്ള സമയമാണ്. എത്രത്തോളം മഹാന്മാരായ പണ്ഡിതന്മാർ എത്രത്തോളം രേഖപ്പെടുത്തിയെന്നറിയോ? വമിനൽ ഉലൂമി അന്ന ഫജ്റ മക്ക, മക്കയിലെ പ്രഭാത സമയം അവരുടെ പ്രദേശത്ത് പറയുമ്പോൾ അവരുടെ പ്രദേശത്ത് സുബഹിയാതിന് മുമ്പാണ്. നമ്മളത് നേരെ തിരിച്ചാണ്, നമ്മളതാണ് ആദ്യം സുബഹിയാകുക. ഇത് മക്കയുടെ അപ്പുറത്തുള്ള ഈജിപ്ത് ഭാഗത്തുള്ള ആളുകളുടെ സംസാരമാണ്. മിസ്ർ പോലെയുള്ള സ്ഥലം മക്കയിലെ പ്രഭാതം നേരത്തെയാണ്, ഈജിപ്തിൽ അതിന് ശേഷം. അതുപോലെ അതിന്റെ അപ്പുറമുള്ള സ്ഥലത്തൊക്കെ അതിന് ശേഷം. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا إلى آخر سورة الكهف 3 مرات عند النوم. നമ്മളിപ്പോൾ നമുക്കൊരു സമയത്ത് കൃത്യമായിട്ട് ഉറക്കുകയാണെങ്കിൽ അലാറം വെച്ച് കിടക്കും.
അവരെ കാലത്ത് അലാറില്ല. അപ്പൊ അലാറം വെച്ച് കിടക്കാൻ കഴിയൂല. അപ്പോൾ അവരെ ഉറക്കെ വിചാരിച്ച സമയത്ത് തെളിയാൻ വേണ്ടി ചെയ്തിരുന്നത് എന്താണ്? അതാ പറയുന്നത്. അതിനൊരു പരിപാടിയുണ്ട്. എന്താ പരിപാടി? ഉറങ്ങാൻ നോക്കുന്ന സമയത്ത് ഒതുവല്ലെടുത്ത് കിടക്കുക. എന്നിട്ട് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ എന്ന് തുടങ്ങിയിട്ട് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിലുള്ള ആയത്തുകൾ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം വരെ ഓതിയിട്ട് കിടക്കുക. എന്നാ വിചാരിച്ച സമയത്ത് ഉറക്കുകളി. അതിനുള്ളൊരു പരിപാടിയാണ്. ഞാൻ അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഉറക്ക് തെളിഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചെറിയ നഹ്വിന്റെ കിതാബ് പോകുന്ന കാലത്ത് അന്ന് പള്ളിയിൽ വന്ന് കിടക്കും. അപ്പൊ ഉസ്താദ് വന്ന് രാവിലെ സുബഹിക്ക് വിളിക്കുന്നതിന് മുമ്പ് ഉറക്ക് തെളിയണം എന്ന് വിചാരിച്ചിട്ട് അലാറം ഒന്നുമില്ല അന്നത്തെ കാലത്ത്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല. ഈ ആയത്ത് ഓതി കിടന്നിട്ട് എനിക്കങ്ങനെ ഉറക്ക് തെളിഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മയിൽ ഉണ്ട്. അങ്ങനെ ഓതിയിട്ട് കിടക്കണം എന്ന് ബർസഞ്ചി മൗലിദിന്റെ ശറഹിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹ്മദ് അലീശിൽ മാലിക്കി തങ്ങൾ പറയാണ്. ഹിജ്റ 1299 വഫാത്തായ മഹാനാണ്. പിന്നെ പറയാണ് അതിപ്പോ ഒരു ആത്മീയമായ അഭൗതികമായ ഒരു വഴിയാണ്. വിചാരിച്ച സമയത്ത് ഉറക്കളിയ. എന്തിനാ? നബിതങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ എഴുന്നേറ്റ് ആ സമയത്ത് ദിക്റിലും സലാത്തിലും ദുആയിലും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അതേപോലെ സർവന്റുകളായി ജോലിക്കാരായി ഉള്ള ആളുകളോട് വാച്ച്മാനോടൊക്കെ ഏൽപ്പിക്കുക. ആ സമയത്ത് വിളിക്കണം. അതും അതിനുള്ളൊരു മാർഗം തന്നെയാണ്. അലാറം വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അന്നത്തെ കാലത്തുള്ള മാർഗം അവരെ എഴുതി വെക്കുകയാണ്. അങ്ങനെ സർവന്റിനെ കൊണ്ട് വിളിപ്പിക്കണം ആ സമയത്ത്. അതെന്താണ് കാരണം? وإذا كان يوم الجمعة الذي خلق فيه آدم عليه السلام خص بساعة لا يصادفها مسلم يسأل الله فيها خيرا إلا أعطاه الله تعالى إياه. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനമാണ് വെള്ളിയാഴ്ച. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ ഖുലിഖ ഫീഹി ആദം. ആദം നബിയെ പടക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയം ഉണ്ട് എന്നല്ലേ? എങ്കിൽ പിന്നെ فما بالك بالساعة التي ولد فيها سيد المرسلين صلى الله عليه وسلم أجمعين. എല്ലാ ആദം നബിയും എല്ലാ നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിലല്ലയോ? ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ. ആദം നബി മുതൽ എല്ലാ ആളുകളും എൻ്റെ കൊടിക്കീഴിലാണ് എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ആ നബി തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്തെ കുറിച്ച് നിന്റെ വിചാരം എന്താ? എത്ര മഹത്വമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ആ സമയത്തെ പരിഗണിക്കാൻ ഉറക്ക് തെളിയാൻ വേണ്ടി ഈ ആയത്തോതി കിടക്കണം എന്ന് വരെ ഇമാമികളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനുണ്ട്. ആ സമയം തന്നെ ദുആക്ക് വലിയ ഉത്തരമുള്ള സമയമാണ്. ധാരാളമായി ഇമാമിങ്ങൾ ആ വിഷയം രേഖപ്പെടുത്തിയതായി കാണാം. സുഹൃത്തുക്കളെ, ഒരാളും രണ്ടാളൊന്നല്ല, എത്രയോ ഇമാമിങ്ങൾ ആ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതിപ്പോൾ വിശദീകരിക്കുന്നില്ല. നമ്മളെ നാട്ടിലാവുമ്പോൾ ഞാൻ പറയാം, മക്കയിൽ സുബഹിയോട് അടുത്ത സമയവും സുബഹിന്റെ തൊട്ടടുത്തുള്ള സമയവും നമ്മളെ നാട്ടിൽ സുബഹിയായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണോ? അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ 12 എന്ന നിലക്ക് രാത്രി സുബഹിന്റെ മുമ്പ് തന്നെ നമ്മൾ നല്ല കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും സലാത്ത് ചൊല്ലുകയും ഒക്കെ ചെയ്തിട്ട് അത് കുറച്ച് സമയം നീട്ടിക്കൊണ്ടുപോവുകയും കൂടി വേണം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം മക്കയിൽ സുബഹിയാകുന്ന സമയവും കൂടി നമുക്ക് പരിഗണിക്കാൻ വേണ്ടി കുറച്ച് നീട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതിലിടക്ക് സുബഹിന്റെ സമയത്ത് ചില ദിക്റുകളൊക്കെ നമുക്ക് ചൊല്ലാം, അതുപോലെ ഖുർആൻ ഓതാം, സലാത്ത് ചൊല്ലാം, ദുആ നടത്താം. അത്തരം കാര്യങ്ങളൊക്കെ ആ സമയത്തും കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ പരിഗണിച്ച് കൊണ്ടുപോവുകയാണ് വേണ്ടത്.
മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, വലിയ അഹ്ലി മക്ക ഫീ ഹാദിഹി ലൈലത്തി ശിആറുൻ മശ്ഹൂദുൻ ലാ യൂജദു മിസ്ലുഹു ഫീ ബൽദത്തിൻ ഗൈരിഹാ. വേറെ ഒരു നാട്ടിലും ഇല്ലാത്ത വിധത്തിലുള്ള വലിയ അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മക്കാ നിവാസികൾ ആ രാത്രിയിൽ ചെയ്തു വരുന്നത്. മാനവറിൽ മക്കയിലെ മുദരിസായിരുന്നു. മക്കയിൽ ആ കാലഘട്ടത്തിൽ നടന്ന സംഭവം പറയാൻ, അതിനു മുമ്പും നടന്ന സംഭവം പറയാൻ. ബിഹൈസു ഇന്നഹും യഹ്തഫിലൂന ബിഹി, അവർ ഒരുമിച്ച് കൂടുന്നു. വയഉദ്ദൂനഹു മിൻ അഅ്ളമി അഹ്യാദിഹിം, അവരുടെ ആഘോഷ ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ആഘോഷമായി അവരതിനെ കണക്കാക്കുന്നു. വയൽബസൂന ഫീഹിൽ ഗനി الغني والفقير والذكر والأنثى والحر والعبد والصغير والكبير أغلى ما يجدونه. പണക്കാരനും പാവപ്പെട്ടവരും ആണും പെണ്ണും സ്വതന്ത്രനും അടിമയും ചെറുതും വലുതും എല്ലാവരും ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തുള്ള ആഘോഷം പ്രകടിപ്പിക്കാൻ. വയുഖ്രിജൂന ബിഔലാദിഹിം മിനൽ മസ്ജിദിൽ ഹറാം, കുട്ടികളെയും കൂട്ടി മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് അവർ പുറപ്പെടുന്നു. അങ്ങനെ മഗ്രിബ് നിസ്കാരത്തിന്റെ ഉടനെ അവർ ഫീ ജംഇൻ, ഒരു വലിയ സമൂഹത്തിലായി, ലാ യുസാ കസറത്തുൻ മിൻ മശായിഖ് സവായ, വലിയ വലിയ ശൈഖന്മാരുണ്ട്, തലാമിദത്തുമാരെ ശിഷ്യന്മാരുണ്ട്, അതിന്റെ നേതാക്കളുണ്ട്, അതിന് കൈകാര്യം ചെയ്യുന്നവരുണ്ട്, സാക്ഷികളുണ്ട്, ഖാദിമാരുണ്ട്. അങ്ങനെ എത്രത്തോളം മക്കയിലെ ഗവർണറടക്കം പങ്കെടുത്തുകൊണ്ട് അവർ അങ്ങനെ നബി തങ്ങളെ പ്രസവിച്ച സ്ഥലത്തേക്ക് അവർ കടന്നു ചെല്ലുന്നു. അങ്ങനെ ഒരാൾ സ്റ്റേജിൽ കയറുന്നു. ഒരു പ്രഭാഷകൻ സ്റ്റേജിൽ കയറുന്നു. നബി തങ്ങളുടെ ജന്മത്തിലുണ്ടായ സംഭവങ്ങളും അള്ളാഹു ആദരിച്ചു കൊടുത്ത വിഷയങ്ങളുമൊക്കെ ആ സമയത്ത് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നു. പിന്നെ അവർ പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്. വീണ്ടും അവർ മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിക്കുന്നു. അവിടെ ചെന്നപ്പോൾ പള്ളി നിറഞ്ഞു കിടക്കുന്നു. അവിടെയും അവിടെ വെച്ച് അൽഹംദുലില്ലാഹ് പറയലും അല്ലാഹുവിനെ സ്തുതിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹും അങ്ങനെയൊക്കെ ആയിട്ട് ആ കാലഘട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് വരെ അദ്ദേഹത്തിന് പ്രാർത്ഥന നടത്തുന്നു. വലിയ അമീരി മക്ക, മക്കയിലെ ഗവർണർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. അതുപോലെ അവിടെയുള്ള ഖാദിമാർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. പിന്നെ അവർ ഇശാ നിസ്കാരം നിർവഹിക്കുന്നു. നിസ്കരിക്കാൻ കുറച്ച് വൈകിട്ടാണ് പിന്നെ അവർ നിസ്കരിച്ച് പിരിഞ്ഞു പോകുന്നു. ഇങ്ങനെയെല്ലാം മക്ക ശരീഫിൽ തന്നെ ഗംഭീരമായി ഇത്തരം കാര്യങ്ങൾ നടന്നിരുന്നുവെന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതുപോലെ വലിയ വലിയ മഹാന്മാർ അവർ ആ രാത്രിയെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുവെന്നും മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിന്റെ തെളിവുകൾ വിശദമായി പരത്തി പറയുകയല്ല. പറഞ്ഞു വന്നത് നബിതങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാനാ. ഇതുപോലെ സുബ്ഹാനല്ലാഹ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള വലിയ വലിയ മശായിഖന്മാർ, ഗുരുവര്യന്മാർ, ആ മഹാന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്ത് ഇസ്ലാമിന്റെ പവിത്രതയും സൗന്ദര്യവും അവരുടെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരികയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കണ്ട് ഇസ്ലാമിലേക്ക് വന്ന ധാരാളം ആളുകൾ ഉണ്ട്.
അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് വരെ നബി തങ്ങളുടെ മുഅ്ജിസത്ത് കണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. നിങ്ങൾ നബിയാണെങ്കിൽ ഈ പാറ വെള്ളത്തിലൂടെ ഒന്ന് നീന്തട്ടെ, അക്കരെയുള്ള പാറ നിങ്ങൾ വിളിച്ചാൽ ഇങ്ങോട്ടൊന്ന് നീന്തി വരട്ടെ, എന്നിട്ട് തിരിച്ചത് അങ്ങോട്ടും നീന്തിപ്പോകട്ടെ എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ വിളിക്കേണ്ട താമസം പാറ വെള്ളത്തിന്റെ മേലെ കൂടി നീന്തി വരുന്നു, അതേപോലെ തിരിച്ചു പോകുന്നു. അത് കണ്ടപ്പോൾ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അങ്ങനെ എത്ര സംഭവങ്ങളും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കുന്ന മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കറാമത്ത്, ആ കറാമത്തുകൾ കണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ മഴ കിട്ടുന്നു, അവർ തലയിൽ കൈവച്ചു കൊടുക്കുമ്പോൾ രോഗം മാറുന്നു, അവർ വെള്ളം മന്ത്രിച്ചു കൊടുക്കുമ്പോൾ വിഷമിറങ്ങുന്നു. അവർ അത് അല്ലാഹു തആല വെർത്തൂല, പേടിക്കണ്ട, പോയിക്കോളി എന്ന് പറഞ്ഞാൽ അത് വരാതിരിക്കുന്നു. ആ രൂപത്തിലുള്ള കറാമത്തുകൾ കണ്ടപ്പോൾ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ വന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ മാഹി ഭാഗത്ത്, മയ്യഴി ഭാഗത്ത് വന്ന വലിയൊരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മൈ അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹു. അവരെയും ആദരിക്കലും സ്നേഹിക്കലും നമ്മുടെ കടപ്പാടാണ്. അവരുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക്, നമ്മുടെ മുൻഗാമികൾക്ക് ഈമാനിന്റെ വെളിച്ചം കിട്ടിയത്. അതിന്റെ ഭാഗമാണ് മൈ അലവി തങ്ങളെ ആദരിക്കുന്ന നമ്മുടെ ഈ ഉറൂസ് പരിപാടി പോലുള്ള പരിപാടികൾ. നമ്മളെന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മൾ മൗലിദിൽ എന്താ ചെയ്യുന്നത്? മൗലിദിൽ ഫാത്തിഹ ഓതുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, സലാത്ത് ചൊല്ലുന്നു, നബിതങ്ങളെ മദ്ഹ് പാടുന്നു, എന്നിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അങ്ങനെ കൂട്ടായ പ്രാർത്ഥന നടത്തുന്നു. അതല്ലേ ചെയ്യുന്നത്? അതേപോലെ തന്നെ ഈ മഹാന്മാരെ ആദരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ഫാത്തിഹ ഓതുന്നു, യാസീൻ ഓതുന്നു, ഖുർആൻ ഓതുന്നു, അവരെ സിയാറത്ത് ചെയ്യുന്നു, അതേപോലെ തന്നെ അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെയുള്ള ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. വേറെ എന്താ ചെയ്യുന്നത്? ആ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവരും നമ്മളും തമ്മിലുള്ള ബന്ധം നമ്മൾ ഊട്ടി ഉറപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, മാ മിൻകും ബി അസദ്ദ മുനാസദതൻ ഫിഖ്ഹൽ ഹഖ് അല്ലദീ ഖദ് തബയ്യന ലക്കും. നിങ്ങൾക്ക് വ്യക്തമായി തെളിവുള്ള ഒരു വിഷയത്തിൽ നിങ്ങൾ തർക്കിച്ചു പറയൂലേ, അതുപോലെ അള്ളാഹുവിനോട് തർക്കിച്ചു പറയുന്ന ചില മഹാന്മാരുണ്ട്. മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികൾ, പരിപൂർണമായ വിശ്വാസമുള്ള മഹാന്മാർ പടച്ചവനോട് തർക്കിച്ചു പറയുന്നു. തർക്കിച്ചു പറയാന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹിനെ ഭീഷണിപ്പെടുത്താന്നല്ലോ കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. നമ്മളെ ചെറിയ ചില മക്കൾ തർക്കിച്ചു പറയും ഉമ്മാനോട്, ഞാൻ ചായ കുടിക്കൂല, എനിക്ക് സൈക്കിൾ കിട്ടിയാലേ ചായ കുടിക്കൂ. അതിന്റെ അർത്ഥം ഉമ്മാനെ പാഠം പഠിപ്പിക്കുന്നല്ല, അത് സൈക്കിൾ കിട്ടാൻ വേണ്ടി തർക്കിച്ച് പറയാണ് ആ കുട്ടി. അല്ലാതെ ഉമ്മാനൊന്നും ചെയ്യാനും കഴിയില്ല, ആ കുട്ടിക്ക് ഉപ്പാനൊന്നും ചെയ്യാനും കഴിയില്ല. അതുപോലെ എന്നോടുള്ള സ്നേഹം കാരണത്താൽ ചെയ്തു തരുമെന്ന പ്രതീക്ഷയിൽ പറയുന്നു. അതാണ് അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. ചില മഹാന്മാർ ഇതിനു വേണ്ടി, ആർക്ക് വേണ്ടി? തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിന് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങണം. ചെയ്യുന്ന തെറ്റ് നിർത്തിവെച്ച് ഖേദിച്ച് മടങ്ങണം. അള്ളാഹു നമുക്കെല്ലാവർക്കും സർവ്വ തെറ്റുകളും മാപ്പാക്കി തെരുമാറാകട്ടെ. തെറ്റുകൾ വന്നുപോയാൽ തൗബ വേണം, അത് നീട്ടിവെക്കരുത്, പിന്നെ ആക്കാന്ന് വിചാരിക്കരുത്. എപ്പോഴാണ് മരണം എന്ന് നമുക്കറിയില്ല. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെ സലാമത്താക്കണം. ഇനി അഥവാ തൗബ ചെയ്താൽ അല്ലാഹു തആല മാപ്പ് തരും എന്ന് പ്രതീക്ഷിക്കാം. അതിന്റെ നിബന്ധനകളൊക്കെ വേണം. ഇനിമേൽ ചെയ്യൂല എന്ന് ഉറപ്പിക്കണം, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് നിർത്തണം, എന്നിട്ട് അള്ളാഹുവിനോട് പറയണം. വല്ല ഹക്കുകളും കൊടുക്കാനുണ്ടെങ്കിൽ അത് വീട്ടണം, നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ ഖളാ വീട്ടാൻ ആരംഭിക്കണം. അങ്ങനെ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. സക്കാത്ത് കൊടുക്കാത്ത ആളാന്നെ സക്കാത്ത് കൊടുത്തു വിടണം, അതുവരെയുള്ള സക്കാത്തൊക്കെ കൊടുത്തു വിടണം. അല്ല എന്റെ തൗബിയ. അപ്പൊ തൗബ ശരിയായ ഖേദിച്ച് മടങ്ങൽ, അതുകൊണ്ട് അല്ലാഹു തആല ദോഷം പൊറുക്കും. എന്നാൽ തൗബ ചെയ്യാതിരുന്നാലോ, ومن يمت ولم يتب عن ذنبه
ഫഅംറുഹു മുഫവ്വദുൻ ലിറബ്ബിഹി. തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ അവന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം ചെയ്യും. ചിലപ്പോൾ അവനെ നരകത്തിലിട്ട് ശിക്ഷിക്കും, ചിലപ്പോൾ പടച്ച റബ്ബ് മാപ്പ് കൊടുത്തുകൂടാ എന്നില്ല, അത് അവന്റെ അധികാരമാണ്. അങ്ങനെ തെറ്റ് ചെയ്തു പോയ മുഅ്മിനീങ്ങൾ സംഗതി വിശ്വാസമൊക്കെ ഉണ്ട്, വിശ്വാസത്തിനൊന്നും കുറവില്ല. അള്ളാഹുവിനെ കുറിച്ച് അനാവശ്യമായ അതൊന്നും വിശ്വസിച്ചിട്ടില്ല, അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തിയിട്ടില്ല, നബിതങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പുത്തൻവാദി പറയും പോലെ പറഞ്ഞിട്ടില്ല, അതേ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തിയിട്ടില്ല, ഈമാൻ തെറ്റുന്ന പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ വ്യക്തി ജീവിതത്തിൽ ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട്, ദൗർബല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചിലരെ അള്ളാഹു നരകത്തിലിട്ട് ശിക്ഷിക്കുന്നു. അപ്പോൾ ഈ മഹാന്മാര് ഇടപെടുകയാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലിഖ്വാനിഹിമുല്ലദീന കാനൂ ഫിന്നാർ, നരകത്തിലായി പോകുന്ന അവരുടെ സഹോദരന്മാർക്ക് വേണ്ടി പടച്ച റബ്ബിനോട് അവർ തർക്കിച്ച് പറയുന്നു. എന്താ പറയുന്നത്? നീ ഞങ്ങൾക്ക് സ്വർഗം തരുന്നുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ഞങ്ങൾ കടക്കൂല, കടക്കണമെങ്കിൽ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്തുകൊണ്ട്? കാനൂ യസൂമൂന മഅനാ, അവർ ഞങ്ങളെ കൂടെ നോമ്പെടുത്തവരാണ്. നോമ്പിന് ഇമാമും ജമാഅത്തുണ്ടോ? ഞങ്ങളെ കൂടെ എന്ന് പറഞ്ഞാൽ നിസ്കാരാണെങ്കിൽ ഞങ്ങളെ കൂടെ ആളെ തുറന്ന് നിസ്കരിച്ച് നോക്കാം, അങ്ങനെ ഉണ്ടോ നോമ്പിന്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ നോമ്പെടുക്കുന്ന അതേ ആശയത്തിൽ ഞങ്ങൾ പെരുന്നാളാക്കുമ്പോൾ പെരുന്നാൾ, ഞങ്ങൾ നോമ്പാക്കുമ്പോൾ നോമ്പ്, അതോടുകൂടെ തന്നെ ഞങ്ങൾ നോമ്പെടുത്ത് എങ്ങനെ സുബഹി നിസ്കരിച്ചിട്ട് ചായ കുടിക്കാൻ നടത്തല്ല. പുത്തൻവാദികൾ നോമ്പ് എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുത്താലും ഇഖാമത്ത് കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ലാതാ മൗലവിമാരെ എഴുതിയത്. അത് മുഅ്മിനീങ്ങൾ നടത്തിയ നോമ്പല്ല. അവ ഞങ്ങൾ നോമ്പെടുത്ത പോലെ നോമ്പെടുത്തവരാണ് അവർ. എന്നിട്ട് അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്, അവർ സുന്നികളാണ്. അനുയുസല്ലൂന മഅനാ, ഞങ്ങളെ കൂടെ നിസ്കരിച്ചവരാണ്. ഞങ്ങൾ തറാവി 20 നിസ്കരിക്കുമ്പോൾ അവർ 20 തന്നെ. ഞങ്ങൾ അറബിയിൽ ഖുത്ബ ഓതി അറബിയിൽ ജുമ നിസ്കരിക്കുമ്പോൾ അവരും അറബിയിലുള്ള ഖുത്ബയും അറബിയിലുള്ള ജുമയും തന്നെ. അതേ 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമ ഞങ്ങൾ നടത്തുമ്പോൾ അവരും 2 ബാങ്കുള്ള ജുമ തന്നെ. ഞങ്ങളെ കൂടെ നിസ്കരിച്ചവരാണവർ, ഞങ്ങളെ കൂടെ നോമ്പെടുത്തവരാണവർ, ഞങ്ങളെ പിന്തുടർന്നവരാണവർ, ഞങ്ങളെ ഫോളോ ചെയ്തവരാണവർ. അവരെ നരകത്തുനിന്ന് കയറ്റാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കൂല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ചെറിയ പിഞ്ചു കുഞ്ഞ്, വലിയ കാരുണ്യമുള്ള ഉമ്മ, ആ ഉമ്മയുടെ കാരുണ്യം കൊണ്ട് എൻ്റെ കാര്യം നേടാമെന്ന നിലക്ക് ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം എല്ലാ ഉമ്മമാരെക്കാളും എല്ലാ ബാപ്പമാരെക്കാളും എല്ലാ നേതാക്കളെക്കാളും എല്ലാവരെക്കാളും വലിയ കാരുണ്യമുള്ളവനല്ലേ അർഹമുർ റഹീമീനായ അല്ലാഹ്. അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് ഈ മഹാന്മാരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ച് ആ പാപികളെയും കൂടി സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നതും അവന്റെ ആ കാരുണ്യത്തിന്റെ ഭാഗമാണ്. കാരണം അല്ലാഹു ഉദ്ദേശിക്കാതെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ? അപ്പൊ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ഈ റെക്കമെൻഡ് സ്വീകരിക്കുമെന്ന നിലക്ക് മഹാന്മാർ പടച്ച റബ്ബിനോട് മഹ്ശറിൽ വെച്ച് റെക്കമെൻഡ് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ അല്ലാഹ് പറയുന്നത് എന്താണ്? എന്നാ നിങ്ങളും നരകത്തിൽ പോയിക്കോന്നാണോ? അല്ല, പിന്നെയോ അഖ്രിജൂ മൻ അറഫ്തും, നിങ്ങളെ പരിചയക്കാരെയൊക്കെ നിങ്ങൾ നരകത്തുനിന്ന് കേറ്റിക്കോളൂ. അവർക്ക് പരിചയം ഉണ്ടാവും ആരെയാ? അതേ മയ്യഅലവി തങ്ങൾക്ക് പരിചയം ഉണ്ടാവും ആരെയാ? അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്തവരെ, അദ്ദേഹത്തിന്റെ പേരിൽ യാസീൻ ഓതിയവരെ, അദ്ദേഹത്തിന്റെ പേരിൽ ഫാത്തിഹ ഓതിയവരെ, അദ്ദേഹത്തിന്റെ പേരിൽ ഭക്ഷണം ദാനം ചെയ്തവരെ, അദ്ദേഹത്തെ ആദരിച്ച് ബഹുമാനിച്ച് അനുസ്മരണത്തിൽ പങ്കെടുത്തവരെ. അങ്ങനെയല്ലേ പരിചയം? അങ്ങനെ നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ നിങ്ങൾ നരകത്തുനിന്ന് കയറ്റിക്കോളൂ എന്ന് അല്ലാഹു പറയുമ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഫയുഖ്രിജൂന ഖൽഖൻ കസീറാ, എത്രയോ സൃഷ്ടികളെ, എത്രയോ ആളുകളെ ഔലിയാക്കൾ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ മഹാന്മാരെ
ആദരിച്ച് ബഹുമാനിച്ച് അവരുടെ മനസ്സിൽ ഇടം നേടുക. അതാണ് ഇത്തരം പരിപാടികളുടെ പ്രധാന ലക്ഷ്യം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതോടുകൂടെ അവർക്ക് തൃപ്തിയുണ്ടാകുന്ന ജീവിതം നയിക്കണം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ചില കല്യാണത്തിൽ ക്ഷണിച്ചു കൊണ്ടുപോകും. അവർ വലിയ ആദരവോടെ ക്ഷണിച്ചിട്ട് നമ്മൾ പോവാം. പക്ഷേ അവിടെ പന്തലിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലാ യുവതികളും തലമറക്കാതെ മാറുമറക്കാതെ ആണും പെണ്ണും ഇടകലർന്ന് പോകുമ്പോൾ എന്നെന്തിനാണ് ഇവൻ വിളിച്ചത് എന്നിങ്ങനെ തോന്നി. എന്നെന്തിന് ഈ കൂടിക്കലറിന് വിളിച്ചു എന്ന് മനസ്സിൽ തോന്നി. ഇതുപോലെ കല്യാണത്തിന് വിളിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴുണ്ട് സുബ്ഹാനല്ലാഹ് കുറെ ഔറത്ത് മറക്കാത്ത പെണ്ണുങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുക. എന്തൊരു സങ്കടമാണ്. പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് അവർ വിതരണം ചെയ്തോട്ടെ, പുരുഷന്മാർക്ക് വിതരണം ചെയ്യാൻ ഈ പെൺകുട്ടികളെ ഏർപ്പെടുക. ഇപ്പൊ അതിന്റെ അപ്പുറം പോയി. ഇപ്പൊ എന്താണ് ഇവന്റ് മാനേജ്മെന്റ് എന്നൊരു സംഗതി. ഈ ഹാളുകളിൽ, കൺവെൻഷൻ സെന്ററുകളിലൊക്കെ കല്യാണ പരിപാടി, അവിടെ ചെന്നാൽ പിന്നെ ഇവന്റ് മാനേജ്മെന്റാണ്. എന്നാ പിന്നെ ഇവനായിരിക്കണ്ടേ, ഇവള് മാനേജ്മെന്റാ കാണുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ കുറച്ച് പെൺകുട്ടികൾ സ്വീകരിക്കാൻ, തലമറക്കാത്ത മാറുമറക്കാത്ത കുറെ പെൺകുട്ടികൾ എല്ലാവരെയും സ്വീകരിക്കാൻ, പുരുഷന്മാരെ സ്വീകരിക്കാൻ. അത് സ്ത്രീകളുടെ ഭാഗത്ത് പോട്ടെ. അപ്പൊ ഇവൻ മാനേജ്മെന്റ് അല്ല, ഇവള് മാനേജ്മെന്റ്. അങ്ങനെ ആകാൻ പാടുള്ളൂ. നമ്മൾ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ സൗന്ദര്യവും ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ ആ കൾച്ചറൽ അത് നമ്മൾ നിലനിർത്തണ്ടേ. അത് നഷ്ടപ്പെടുത്താൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ നമ്മൾക്ക് സാലിഹീങ്ങളുമായി, ആലിമീങ്ങളുമായി, ഔലിയാക്കളുമായി, ആരിഫീങ്ങളുമായി ബന്ധം വേണോന്ന് പറഞ്ഞാൽ അവരിഷ്ടപ്പെടുന്ന വിധത്തിലുള്ള തഖ്വയുള്ള ജീവിതം വേണം. എല്ലാം നമ്മളെ തോന്നിവാസം ഇഷ്ടം പോലെ ചെയ്യുക, എന്നിട്ട് അവരൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. അങ്ങനെയുണ്ട് ചിലർ ഒരൊറ്റ നേരം നിസ്കരിക്കൂല, സിയാറത്തിന് വലിയ ജോറായിട്ടുണ്ടാവും. ഔലിയാക്കൾക്ക് ഇവനങ്ങ് ചെന്നാൽ വലിയ ഇഷ്ടമാണ്, സലാം പോലും മടക്കൂല ഔലിയാക്കൾ, നിസ്കരിക്കാത്തവന്റെ സലാം മടക്കും. വേറെ ചിലരുണ്ട് സുബ്ഹാനല്ലാഹ്, അവന് ലഹരിയും കള്ളും കഞ്ചാവുമായിട്ട് നടക്കും. എന്നിട്ട് ചിലപ്പോൾ മഖ്ബറിൽ പോയിട്ട് അവിടെ അങ്ങനെ കുത്തിരിക്കുകയും ചെയ്യും. ഔലിയാക്കൾക്ക് അവൻ ചെല്ലുന്നതിനെ വെറുപ്പായിരിക്കില്ലേ, ഇവനെന്തിന് എൻ്റെ അടുത്ത് വരണമെന്നില്ല അവരാലോചിക്കുക. അതുകൊണ്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു കൽപ്പിച്ചത് എടുത്തുകൊണ്ട്, അള്ളാഹു വിരോധിച്ചത് ഒഴിച്ചുകൊണ്ട്, അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചുകൊണ്ട് മഹാന്മാരുമായുള്ള ബന്ധം സ്ഥാപിച്ച് അവരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ വേണ്ടിയുള്ള പരിശ്രമം വേണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. തെറ്റുകളിൽ മാറി നിന്ന് ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. പക്ഷേ അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധമുള്ളവരാകുമ്പോ ചിലപ്പോൾ അവർക്ക് അവസാനമെങ്കിലും തൗബ ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കാൻ സാധ്യതയുണ്ട്. എനിക്കറിയാം ഒരാളെ, ഞാൻ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് പലരും വളരെ മോശക്കാരനാണ് എന്നിങ്ങനെ പറയും. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണ്? ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദ് അവിടുന്ന് ഒരു കല്യാണ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമായി സ്വറ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നില്ല ദൂരെ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ആൾക്കാരൊക്കെ പറയും ദീനൊക്കെ കുറവാന്ന് പറയും. പക്ഷെ ഉസ്താദ് കയറി വരുന്നത് കണ്ടാൽ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും. ഉസ്താദ് അങ്ങോട്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും എഴുന്നേറ്റ് ഉസ്താദ് ഇരിക്കുന്നവരെ അയാൾ ഇരിക്കൂല. അങ്ങനത്തെ ഒരു വ്യക്തിയെ എനിക്ക് നന്നായി അറിയാം. അദ്ദേഹം പിൽക്കാലത്ത് ഹജ്ജിന് പോയി തിരിച്ചു വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുക്കെ മാറിപ്പോയി. അദ്ദേഹം ഒരു പള്ളിയൊക്കെ നിർമ്മിച്ച് അദ്ദേഹം നല്ല തഖ്വയിലായി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു അദ്ദേഹത്തിന് നൽകി. അത് മഹാന്മാരെ ബഹുമാനിക്കുമ്പോൾ അതിന്റെ ബറക്കത്ത് കൊണ്ട് മനുഷ്യൻ ചിലപ്പോൾ അങ്ങനെ മാറി വരും. മഹാനായ അഹ്മദ് ഇബ്നു ഹംബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ആള് വളരെ മോശക്കാരനാ. ഒരു ദിവസം വന്ന് അഹ്മദ് ഇബ്നു ഹംബർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. അഹ്മദ് റളിയല്ലാഹു അൻഹു സലാം മടക്കി, പക്ഷേ ശരിക്ക് ഫേസ് ചെയ്തില്ല, ശരിക്കൊരു സ്വീകാര്യത കൊടുത്തില്ല. കാരണം അദ്ദേഹം അങ്ങനത്തെ മോശക്കാരനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എനിക്ക് മുഖം തരാതിരിക്കുന്നത്? ഞാൻ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല, എനിക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, എന്തേ?
ഞാൻ വളരെ മോശക്കാരനായി ജീവിക്കുന്നതിനിടയിൽ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. കുറേ ആളുകളുടെ നിബിധങ്ങൾ കുറച്ച് വയറുള്ള സ്റ്റേജിലാണ്, മറ്റുള്ളവരൊക്കെ താഴെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഓരോരുത്തരും എഴുന്നേറ്റ് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് നബിതങ്ങളോട് പല സങ്കടങ്ങളും പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊക്കെ ദ്വാരം കൊടുക്കാൻ. അങ്ങനെ പിന്നെ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ എനിക്ക് എഴുന്നേറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എൻ്റെ സങ്കടം പറയാൻ ധൈര്യമുണ്ടായില്ല. ഞാൻ അത്രയും മോശക്കാരനല്ലേ, നബിതങ്ങളോട് എങ്ങനെ ഞാൻ പറയും എന്ന വലിയ വിഷമം എൻ്റെ മനസ്സിൽ തോന്നിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ല നിങ്ങളെന്തേ എഴുന്നേറ്റ് എന്നോടൊന്നും ചോദിക്കാത്തത്, നിങ്ങൾക്കൊന്നും വേണ്ടേ? ആ സമയത്ത് ഞാൻ പറഞ്ഞു, നബിയെ ഒരുപാട് തെറ്റ് ചെയ്തു പോയ പാപിയായതുകൊണ്ട് അങ്ങയോട് പറയാൻ അസ്തഹീ, എനിക്ക് ലജ്ജ തോന്നുന്നു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖും ഫസ്അൽ, എഴുന്നേറ്റ് നിന്ന് ചോദിച്ചോ. കാരണം നിങ്ങൾക്ക് തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എന്റെ സഹാബികളിൽ ഒരാളെയും നിങ്ങൾ കുറ്റം പറയാറില്ല. സഹാബികളെ കുറ്റം പറയുന്നവരാണ് ഷിയാക്കള്, ഹാഫിളുകള്, ഖവാരിജുകള്, പുത്തൻവാദികള്. അങ്ങനെ സഹാബികളെ ഒരാളെയും നിങ്ങൾ കുറ്റം പറയാറില്ല. അതുകൊണ്ട് തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചോ. ഞാൻ എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്ത് തന്നു. അതിൻ്റെ ശേഷം ഓ അഹ്മദ് ഇബ്നു ഹംബർ തങ്ങളെ, എൻ്റെ ജീവിതം മാറിപ്പോയി. എൻ്റെ പഴയകാല ദുസ്വഭാവങ്ങളൊന്നും ഇപ്പോൾ എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഉള്ളവനാണ് ഞാനെന്ന് വിചാരിച്ച് എനിക്ക് മുഖം തരാതിരിക്കണ്ട. അഹ്മദ് ഇബ്നു ഹംബർ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു, ഈ ചരിത്രം നിങ്ങൾ ലോകത്തെ ജനങ്ങളോടൊക്കെ പറയണം, അതിലൊരുപാട് ഉപകാരമുള്ള ചരിത്രമാണ്. ഇമാം അബൂ അബ്ദുല്ലാഹിൽ മറാഖശി റളിയല്ലാഹു അൻഹുവിനെ മിസ്ബാഹുൽ വലാം ഫിൽ മുസ്തഗീസീന ബിഖൈറിൽ അനാം, നബിതങ്ങളോട് സഹായം തേടുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ആ കിതാബിൽ അത് ചില്ലറക്കാരനല്ല, ഇമാം സുബ്കി വഫാത്താകുന്ന ജനിക്കുന്ന കൊല്ലത്തിലാണ് മഹാനവറുകൾ വഫാത്തായത്. ഇബ്നു തൈമിയ്യ ജനിക്കുന്നതിന് മുമ്പാണ് മഹാനവറുകൾ ജനിച്ചത്. ആ മഹാനായ ഇമാം അബൂ അബ്ദുല്ലാഹിൽ മറാഖശി റളിയല്ലാഹു അൻഹു ഈ സംഭവം ആ കിതാബിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ മഹാന്മാരെ എഴുത്താതെ സഹാബത്തിനെയും അഹ്ലു ബൈത്തിനെയും ഔലിയാക്കളെയും ആരിഫീങ്ങളെയും ആലിമീങ്ങളെയും ഒക്കെ ആദരിച്ച് ബഹുമാനിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ മോശം ചെയ്തവർക്കും നന്നാകാനുള്ള ചാൻസ് അല്ലാഹു കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അതേ സമയത്ത് പുത്തൻവാദിയായി പോയാൽ എല്ലാ ചാൻസും അതാ അടക്കപ്പെട്ടു. അല്ലാഹു തആല കാക്കട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ.